അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജനത്തിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പസമയ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. എൻ്റെ നീതിയുടെ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളേണമേ. ഞാൻ ഞെരുക്കത്തിൽ ആയിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ ഈ വേദഭാഗം വായിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ നീതിയുടെ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണമേ. പലരും നമ്മളോട് അനീതി കാണിക്കുമ്പോൾ, അവിശ്വസ്തത പുലർത്തുമ്പോൾ ദാവീദ് വിളിച്ചപേക്ഷിക്കുന്നത് നീതിയായി പ്രവർത്തിക്കുന്ന, നേര് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തോടു കൂടെയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരമരുളേണം. ഞാൻ ഞെരുക്കത്തിലായിരിക്കുന്നു, നീ എനിക്ക് വിശാലത വരുത്തി. ഞെരുക്കം എന്തെന്ന ജീവിതത്തിൽ ഒരു വിശാലതയ്ക്ക് ആഗ്രഹിക്കുന്നവൻ ആദ്യം തൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. സ്വയം തൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഞെരുക്കത്തെക്കുറിച്ച് തിരിച്ചറിയുവാനിടയായിത്തീർന്നു. തിരിച്ചറിവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ വിശാലതയെക്കുറിച്ച് ആഗ്രഹിക്കുവാൻ സാധിക്കത്തുള്ളൂ. ബോധ്യമില്ലാതെ, ചിന്തയില്ലാതെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ സാധിക്കത്തില്ല. ഇദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഞെരുക്കമുണ്ട് എന്നും തനിക്കൊരു വിശാലത വേണമെന്നുള്ള ചിന്തയും ബോധ്യവും ഉള്ളിൽ കടന്നപ്പോൾ നിലവിളി അങ്ങ് തുടങ്ങി, ദൈവത്തോട് അപേക്ഷിപ്പാൻ തുടങ്ങി. നിലവിളി എന്തിനാണ് നമ്മൾ പറയുന്നത്? നിലവിട്ടുള്ള ഒരു വിളി, അതിര് കടന്നതുള്ളതായ ദൈവത്തോടു കൂടെയുള്ള ഒരു കരച്ചൽ, ദൈവത്തോട് യാചിക്കുന്ന ഒരു അനുഭവം. എന്നെ കേൾക്കുന്ന ജനമേ, ഇതിനകത്ത് ദാവീദ് ദൈവത്തോട് നിലവിളിപ്പാനിടയായിത്തീർന്നു. കർത്താവേ, നീ എനിക്ക് ഉത്തരമരുളണം, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം, എൻ്റെ സ്ഥിതി ഒന്ന് മാറ്റണം, എനിക്ക് വിശാലത വരുത്തേണം. ഇങ്ങനെ പ്രാർത്ഥിച്ച ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം വിശാലത വരുത്തുവാനിടയായി. മാത്രമല്ല, അതിനുവേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ ഞെരുക്കം മനസ്സിലാക്കി അതിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചതായ വ്യക്തി ജീവിതങ്ങളെ ദൈവവചനത്തിൽ കൂടി നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ഒരു കൂട്ടം പ്രവാചക ശിക്ഷഗണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവിടെ പ്രവാചക ശിഷ്യന്മാരൊക്കെയും എലീശയോട് പറഞ്ഞു, ഇതാ ഞങ്ങൾ പാർക്കുന്ന ഈ പട്ടണം ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. അതുകൊണ്ട് യജമാനനെ, ഞങ്ങൾക്കൊരു വിശാലത വേണം, ഞങ്ങൾക്കൊരു ഉയർച്ച വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞെരുക്കം മാറി ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ വേണം. ഇത് പറയാനുള്ള കാരണം അവരുടെ പട്ടണത്തിൻ്റെ സ്ഥിതി അവർ മനസ്സിലാക്കുവാനിടയായിത്തീരുന്നു. മാന്യജനമേ, ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ എന്തെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു വിടുതൽ, അനുഗ്രഹം, ഉയർച്ച, നന്മ, വിശാലത നീ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം അവസ്ഥ എന്തെന്ന് തിരിച്ചറിയുക. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ശരണപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥിതി എന്തെന്ന് തിരിച്ചറിയുവാൻ സാധിക്കത്തുള്ളൂ. സ്വബോധമുള്ളവന് മാത്രമേ ഇതാ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച ജനം മാത്രമേ വിശാലത ആഗ്രഹിക്കത്തുള്ളൂ, ഉന്നതി പ്രാപിപ്പാനുള്ള ഒരു ആകാംക്ഷയുണ്ടാകത്തുള്ളൂ. ഇവിടെ വായിക്കുന്ന കാര്യം ഇതാകുന്നു, ഈ പ്രവാചക ശിക്ഷകനം മുഴുവനും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പറയുവാനിടയായിത്തീർന്നു, ഞങ്ങൾ പാർക്കുന്ന ഈ പട്ടണം. അപ്പം അവിടെ ഒരു ഒരുമ, ഒരു ഐക്യത അവിടെ വെളിപ്പെടുവാനിടയായിത്തീർന്നു.
പട്ടണത്തിൽ പലരും പാർക്കുന്നുണ്ടെങ്കിലും ഐക്യതയോട് ദൈവജനം എവിടെ നിൽക്കുന്നുണ്ടോ അവിടെ വിശാലതയുണ്ടാകുവാനിടയായിത്തീരും. അവിടെ ഇന്ന് നീ അനുഭവിക്കുന്ന ഇടുക്കം ഞെരുക്കം മാറുവാനിടയായിത്തീരും. ദൈവനാമത്തിൽ ഒറ്റക്കെട്ടായി എഴുന്നേൽക്കുമെങ്കിൽ ദൈവം നിന്റെ കരത്തെ ബലപ്പെടുത്തി ഇതാ നെഹമ്യാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ എഴുന്നേറ്റു പണിയുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. ദൈവ ആലയത്തിൻ്റെ പണിക്കായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന ഞെരുക്കമൊന്ന് മാറുവാൻ, ഇന്ന് നീ ആയിരിക്കുന്ന നിന്റെ സഭയുടെ സ്ഥിതി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവ് ഒരു ദൂത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവ പൈതലെ, നിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് ഇതാ മോശയോട് ദൈവാത്മാവ് അരുളി ചെയ്തതുപോലെ യഹോവയായ ദൈവം അരുളി ചെയ്തു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു എന്ന്. അങ്ങനെയാണെങ്കിൽ നിലവിളിക്കുന്ന ദൈവ പൈതലെ, ഈ ലോകത്തിൻ്റെ ജനങ്ങളൊക്കെയും ഇതാ നിലവിളിക്കുമ്പോൾ ചെവി പൊത്തി മാറിക്കളയുമ്പോൾ നിന്റെ നിലവിളിയുടെ മുൻപാകെ മാറിക്കളയാതെ മറഞ്ഞു പോകാതെ അതിൻ്റെ മുൻപാകെ വെളിപ്പെട്ട് വരുന്ന ഒരു ദൈവം, കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങളും ഞാനും സേവിക്കുന്നത്. ആ ജനം പറയുവാനിടയായിത്തീരുന്നത്, ഞങ്ങൾ പാർക്കുന്ന ഈ പട്ടണം ഞെരുക്കമുള്ളതാണ്, ഇടുക്കമുള്ളതാണ്, ഇടുങ്ങിയ ഒരു അനുഭവമാണ്. ഇതിൽ നിന്നൊരു വിശാലത, ഒരു പുറത്തു വരുന്ന ഒരു അനുഭവം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിലേക്ക് ഇവിടെ വായിക്കുന്നത് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ ഓരോരുത്തരും ഓരോരോ മരമുരച്ച ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലമുണ്ടാക്കാം, അതിന് ഞങ്ങൾ കടന്നു പോകുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. ഓരോരുത്തരും ഞങ്ങൾ കടന്നു പോകുന്നു, എന്നിട്ട് മുറിക്കുന്നത് ഒറ്റയ്ക്ക. ഓരോരുത്തരും ഞങ്ങളാൽ കഴിയുവോളം പോകുന്നത് ഒരു കൂട്ടമായിട്ടാണ് പോകുന്നത് എങ്കിൽ മുറിക്കുന്നത് ഒറ്റയ്ക്കാണ്. യോർദാനിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായിത്തീർന്നു. യോർദാൻ അല്പം പ്രയാസമുള്ളതാണ്, വൻകാടാണ്. ഇതാ കൊയ്ത്തുകാലത്തൊക്കെയും കരകവിഞ്ഞ വെള്ളം ഒഴുകി വരുന്ന ഒരു അനുഭവമാണ്, മുക്കിക്കളയുന്ന ഒന്നാണ്. എങ്കിലും അവർ പ്രതികൂലത്തെ വകവയ്ക്കാതെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ അനുകൂലമായി പ്രവർത്തിക്കുന്ന ദൈവത്തെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നുപോയതായ ശിക്ഷഗണത്തിന് വേണ്ടിയിട്ട് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിപ്പാനിടയായിത്തീർന്നു. മാത്രമല്ല തൻ്റെ യാത്രയിൽ ഏലീശയെ, ഈ പ്രവാചകനെ, യജമാനനെ യാത്രയിൽ കൂടെ വരുവാൻ ക്ഷണിക്കുവാനിടയായിത്തീർന്നു. ദൈവ പൈതലെ, നീ ആഗ്രഹിച്ച് സ്റ്റെപ്പ് വെക്കുന്നതായ നിന്റെ ഭവനത്തിൻ്റെ പണിയിൽ, നീ ആഗ്രഹിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഫർദർ സ്റ്റഡിയിൽ, നീ ആഗ്രഹിച്ച് മുൻപോട്ട് നീ സ്റ്റെപ്പ് വെക്കുന്നതായ ആലയത്തിൻ്റെ പണിയിൽ, നീ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നീ ഒന്ന് ആ ജീവിതത്തിൽ അന്വേഷിക്കുവാനിടയായി തീരട്ടെ, അപേക്ഷിക്കുവാനിടയായി തീരട്ടെ. അടിയങ്ങളോട് ദയവ് തോന്നി യജമാനന് കൂടെ പോരണമെന്ന് പറയുവാനിടയായി തീർന്നു. ഒരിക്കൽ മോശയും ഇതുപോലെ യഹോവയായ ദൈവത്തോട് പറയുവാനിടയായിത്തീർന്നു, യഹോവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരണമേ. നീ ഏതെല്ലാം മണ്ഡലത്തിൽ കടന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെയും ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. യജമാനനായ ഏലീശ കൂടെ കടന്നുപോയത് കൊണ്ട് ജീവിതത്തിൽ വന്നു ഭവിക്കാമായിരുന്ന ആ വന്നു ഭവിച്ചതായ വലിയ പ്രശ്നത്തിന് മധ്യത്തിൽ നീക്കുപൊക്കം ഉണ്ടാകുവാനിടയായിത്തീർന്നു. ദൈവജനമേ, എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം എന്തെന്നറിയാമോ? ഇതാ ജീവിതത്തിൽ എവിടെയെല്ലാം പരാജയപ്പെട്ടോ അവിടെയൊക്കെയും നിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇനി പരാജയപ്പെടുവാനിടയായിത്തീർന്നത്. നിന്റെ ബിസിനസ്സിൽ, നിന്റെ പഠനത്തിൽ, വിദ്യാഭ്യാസത്തിൽ, നിന്റെ ഉയർച്ചയിൽ, നിന്റേതായ നന്മയുടെ അനുഗ്രഹത്തിൻ്റെതായ മണ്ഡലത്തിൽ മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം അത് തടസ്സമായി തീരാനുള്ള ഒന്നാമത്തെ കാരണം, അത് പരാജയപ്പെടാനുള്ള കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് ദൈവത്തിൻ്റെ വിടുതൽ കാണുവാനിടയായിത്തീരും. ഇവിടെ നമ്മൾ വായിക്കുന്നു, എന്താണെന്നറിയാമോ? യജമാനനെ അവർ വളരെ താല്പര്യത്തോട് ക്ഷണിച്ച അടിയങ്ങളോട് കൂടെ വരണമേ എന്ന് അവർ ആ യജമാനോട് കൂടെ വരുവാനായിട്ട് അപേക്ഷിച്ച്
കൊണ്ടുപോകുവാനിടയായിത്തീരുന്നു. അങ്ങനെ ഇവരെല്ലാവരും യോർദാനോളം കടന്നു ചെല്ലുവാനിടയായിത്തീർന്നു. യോർദാനിലേക്ക് ചെന്നതായ ഇവരെല്ലാവരും ഓരോരുത്തരും ഓരോരോ മരം മുറിക്കുവാൻ അങ്ങ് തുടങ്ങി. നിന്നാലാകുവോളം ദൈവം നിനക്ക് തന്നിരിക്കുന്ന കഴിവിൽ നിന്ന് പഠിക്കുവാൻ കഴിവില്ലാത്തവനാണ്, നീ മണ്ടനാണ്, നിന്നെക്കൊണ്ട് ഒന്നും സാധിക്കത്തില്ല എന്ന് ലോകം വിധി എഴുതുമ്പോൾ, നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, ഈ വർഷം നിനക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കത്തില്ല, ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ നിനക്ക് പ്രാപിപ്പാൻ സാധിക്കത്തില്ല എന്ന് ഒരുപോലെ വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ നിന്നോട് പറയുമ്പോൾ, എനിക്ക് കുഞ്ഞെ നിന്നോട് പറയുവാനുള്ളൊരു കാര്യമുണ്ട്. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. എന്നാൽ നിനക്കുള്ളതിൽ നിന്ന് ദൈവം നിനക്ക് തന്നിരിക്കുന്ന കഴിവിൽ നീ ആശ്രയിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് നീ പഠിക്കുവാൻ തുടങ്ങുമെങ്കിൽ, ദൈവകൃപയിൽ ആശ്രയിച്ച് നീ മുൻപോട്ട് കടന്നു പോകുമെങ്കിൽ, ഇതാ നിന്റെ പരാജയത്തെ വിജയമാക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ഇന്നയോളം നീ കണ്ടിട്ടില്ലാത്ത ഒരു വിജയം, ഇന്നയോളം നീ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ കാണുവാനിടയായിത്തീരും. ഭവനത്തിൻ്റെ പണികൾ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിപ്പാൻ കഴിയാത്തവണ്ണം ദേശക്കാരുടെ മധ്യത്തിലും ഇതാ നാട്ടുകാരുടെ മുൻപിലും ഭവനക്കാരുടെ മുൻപിലും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് ഇതാ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ജനത്തോട് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്. നീ ഭാരപ്പെടേണ്ട, ഇത് എങ്ങനെ പൂർത്തീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ. നാളുകളായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്, നാളുകളായി ഇതിൻ്റെ അസ്ഥിവാരം ഇട്ടിട്ട്, നാളുകളായി ഇതിൻ്റെ തര കെട്ടിയിട്ട്, ഇത് പൊങ്ങുവാൻ കഴിയാതെ വണ്ണം, ഉയരുവാൻ കഴിയാതെ വണ്ണം ഇതാ പകുതി പണിയോടുകൂടി ഇവിടെ നിൽക്കുമ്പോൾ, ഇത് പൂർത്തീകരിക്കുന്ന വഴി എനിക്ക് കാണുന്നില്ല, സകലതും അടഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇതാ നിന്റെ മുൻപിൽ ഞാൻ ഒരു വഴി തുറക്കുന്നു. ഞാൻ തുറന്നാൽ അതാരടയ്ക്കും, ഞാൻ അടച്ചാൽ അതാര് തുറക്കുവാൻ സാധിക്കും? ഞാൻ പ്രവർത്തിക്കും, പ്രവൃത്തിയിൽ ഭയങ്കരനായ ദൈവം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, അതാര് തടുക്കും? ദൈവം തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാത്ത ദൈവമാകയാൽ നീ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൂത് ഏറ്റെടുക്കുമെങ്കിൽ, തിരുവചനത്തിൽ നീ വിശ്വസിച്ചുകൊണ്ട് നിന്റെ കഴിവിൽ നിന്നുകൊണ്ട് ഒരു പക്ഷെ പോരായ്മയായിരിക്കുന്നതായ നിന്റെ കൊച്ചു സാമ്പത്തികത്തിൽ നിന്നായിരിക്കാം നിന്റെ കൊച്ചു തുടക്കം, എന്നാൽ വലിയ നേട്ടത്തിലേക്ക് ഉയർച്ചയിലേക്ക് കരം പിടിച്ച് നടത്തുവാൻ കഴിവുള്ള അഖിലാണ്ടത്തെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചതായി സൃഷ്ടിതാവിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ അവൻ അസാധ്യമായ യാതൊന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്നത് ദൈവത്തിന് സാധ്യമത്രേ. ദൈവജനമേ, ദൈവവചനത്തിൽ നീ വിശ്വസിക്കൂ, അവനിൽ വിശ്വസിക്കൂ. യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറയുവാനിടയായിത്തീരുന്നു, എന്നിൽ വിശ്വസിപ്പീൻ, നിങ്ങൾ എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ എന്ന. ഇതാ ദൈവമായ കർത്താവ് യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചു എങ്കിൽ, ആ യേശുവിലും കർത്താവിലും നീ വിശ്വസിക്കുന്നു എങ്കിൽ, വിശ്വസിക്കുന്നവരെ കർത്താവ് തമ്പുരാൻ ഇതാ മാനിക്കുന്ന ഒരു ദൈവമാ. നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവാകിയാൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവനിൽ തന്നെ ആശ്രയിക്കുക, അവനെ തന്നെ നിന്റെ വഴി പരമേൽപ്പിക്കുക, എന്നാൽ അവൻ അത് നിർവഹിക്കുമെന്ന് തിരുവചനം നമ്മൾ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനാഗമനങ്ങളെ കർത്താവ് സ്ഥിരമാക്കുന്നു. സ്ഥിരതയില്ല എന്ന് ഭാരപ്പെടുന്ന ദൈവ പൈതല് എന്ത് കാര്യം ചെയ്തിട്ടും അതിൻ്റെ മധ്യത്തിൽ ഒരു സ്ഥിരമായിരിക്കുന്നതായ ഒരു അനുഭവം, കടന്നുപോകുന്ന ജോലിക്ക് കയറുന്ന മണ്ഡലത്തിൽ 1-2 മാസം കൂടിപ്പോയാൽ 6 മാസം അതിനു മുന്നമേ തന്നെ ഓടി ഭവനത്തിലേക്ക് വരുന്ന ഒരു അനുഭവം പോലെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം പല സ്ഥലം മാറി 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 കയറി സകലത്തിന്മേലും പരാജയപ്പെട്ടിരിക്കുന്ന അനുഭവമാണെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവം, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന കർത്താവ്, നിന്റേതായ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കുന്ന ഒരു ദൈവം. പക്ഷെ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, എന്താണെന്നറിയാമോ? ദൈവത്തിന് നിന്റെ വഴിയിൽ പ്രസാദം തോന്നണം. ദൈവത്തിന് നിന്നെ ബോധിക്കണമെങ്കിൽ നീ അവൻ്റെ കൽപ്പന അനുസരിക്കണം. പലപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിപ്പാൻ കഴിയാതെ വണ്ണം പലപ്പോഴും അതിൻ്റെതായ അടുത്തേക്ക് വന്ന് അകന്നു മാറിപ്പോകുന്ന അനുഭവമാണെങ്കിൽ ഒരിക്കലും ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സാധിക്കത്തില്ല. മടങ്ങി വന്ന് ദൈവത്തോട് നിലവിളിക്കാൻ നീ തയ്യാറാകുമെങ്കിൽ, കർത്താവേ, കഴിഞ്ഞ നാളുകൾ പറ്റിപ്പോയി, എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു മാറിയതിൻ്റെ ഫലമായി ഇന്ന് ഞാൻ ശൂന്യത അനുഭവിക്കുന്നു, എൻ്റെ
ജീവിതത്തിൽ ഉയർച്ചകൾ നന്മകൾ പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ പരാജയത്തെ വിജയമാക്കി മാറ്റണമേ എന്ന് നിലവിളിക്കുന്നു എങ്കിൽ ദൈവ പൈതലെ, കർത്താവ് തമ്പുരാൻ നിനക്ക് വേണ്ടി തൻ്റെ പുത്തൻ വഴികളെ തുറക്കുവാനിടയായിത്തീരും. നിനക്ക് വേണ്ടി തൻ്റെ കരത്തെ ചലിപ്പിക്കുവാനിടയായിത്തീരും. ഇവിടെ ഈ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് മരമുരി അങ്ങ് തുടങ്ങി. മരമുരിക്കുന്ന കൂട്ടത്തിൽ മുറിച്ചു വരുന്ന സമയത്ത് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരുവൻ്റെ കോടാലി ഊരി വെള്ളത്തിലേക്ക് പോകുവാനിടയായിത്തീർന്നു. നന്മ ഒന്ന് കൊയ്തു കൂട്ടാമെന്ന് വിചാരിച്ച് അതിൻ്റെ തുടക്കം കുറിച്ച് അതിൻ്റെ പണി തുടങ്ങിയിരിക്കുമ്പോൾ ഇതാണ്ട് കിടക്കുന്ന നിൻ്റെ വഴി അല്ലെങ്കിൽ ഏതു ആയുധമുണ്ടോ ആ നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്ന ഒരു അനുഭവം. എന്നാൽ ദുഷ്ടപിശാച് പല വഴികളും തട്ടിത്തെറിപ്പിച്ച് ജീവിതത്തിൽ ഒന്നുമില്ലായ്മയാക്കി തീർക്കുവാൻ, ദേശത്ത് പരസ്യകാലം കോലമാക്കി തീർക്കുവാൻ, ഇല്ലാതെയാക്കുവാൻ ദുഷ്ടപിശാച് വാതുകെട്ടുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവ പൈതലെ, നീ ഭാരപ്പെടേണ്ട. എവിടെ നഷ്ടപ്പെട്ടോ നിന്റെ കൃപ, എവിടെ നഷ്ടപ്പെട്ടോ നിന്റെ പ്രാർത്ഥന, എവിടെ നഷ്ടപ്പെട്ടോ നിന്റെ ഉപവാസം, എവിടെ നഷ്ടപ്പെട്ടോ നിന്റെ ആരാധന, എവിടെ നഷ്ടപ്പെട്ടോ, നഷ്ടപ്പെട്ടു പോയതായ സ്ഥലത്തെ നീ ചൂണ്ടിക്കാണിക്കുമെങ്കിൽ നാഥൻ അത് പൊക്കിയെടുത്ത് നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിന്റെ കരതലങ്ങളിൽ ഏൽപ്പിക്കുന്ന ദിവസമാണ്. ഉടകനാദീതൽ ഘടകമന വശസ്യാരകരഗതിര ഘടക. നഷ്ടപ്പെട്ടു പോയതായ സമയത്ത് അവൻ നിലവിളി അങ്ങ് തുടങ്ങി. അയ്യോ യജമാനനെ, ഇത് വായ്പ വാങ്ങിയതാ, ഞാൻ തിരിച്ചു കൊടുക്കണമല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഇന്ന് പലർക്കും നീ കടക്കാരനായി നിൽക്കുമ്പോൾ ആ കടം വീട്ടുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ട അകത്തലങ്ങളിൽ ഒതുങ്ങിക്കിടക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോടാകുന്നു സംസാരിക്കുന്നത്. പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുഖം കാണുവാൻ കഴിയാതെ വണ്ണം ഞാൻ പുറത്തിറങ്ങിയാൽ അവർ എന്നോട് ചോദിക്കും, എന്നെ തകർക്കും, അവരെനിക്ക് എതിരായി കടന്നു വരും, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഒഴിവ് പറഞ്ഞുകൊണ്ട് മറ്റുള്ള മാറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ കർത്താവ് നിന്റെ സ്ഥിതി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ലാസരുവിന്റെ കല്ലറിങ്ങളിലേക്ക് കടന്നു ചെന്ന അകത്തലങ്ങളിൽ ഒതുക്കി വെച്ചതായ ലാസരുവിനെ കർത്താവ് തമ്പുരാൻ തന്റെ ശബ്ദം പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്നു എങ്കിൽ, സഹോദര, പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം, മറ്റാരോടും സംസാരിപ്പാൻ കഴിയാതെ വണ്ണം, ഇടപെടുവാൻ കഴിയാതെ വണ്ണം ഇതാ മുഖം മറച്ച അകത്തലങ്ങളിൽ ഒതുക്കിയിരിക്കുന്ന അനുഭവത്തെ ഇന്ന് വൽക്കാലം കർത്താവ് അഴിച്ചു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ലജ്ജയെ അഴിച്ചു മാറ്റി കർത്താവിനെ സന്തോഷം മുടിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നന്മ പകർന്ന് നൽകി തന്ന നിന്നെ മാനിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇരട്ടി പകരം കർത്താവ് തന്ന് സഹായിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നീ ചെയ്യേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുക. ദൈവത്തോട് അടുത്ത് വരിക. നിന്റെ ജീവിതം മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമെങ്കിൽ അവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ സർവശക്തനത്രേ. അവിടെ വായിക്കുന്ന കാര്യം ഇതാകുന്നു. ആ അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ വായിച്ചു വരുമ്പോൾ 6-ാമത്തെ വാക്യത്തിൽ അഭിഷക്തനോട്, ദൈവത്തിൻ്റെ പുരുഷനോട് തൻ്റെ വീണതായ ആ കോടാലി വീണതായ സ്ഥലം ചൂണ്ടിക്കാണിപ്പാനിടയായിത്തീർന്നു. നിനക്ക് എവിടെയാണ് പരാജയത്തിൻ്റെ തുടക്കം കുറിച്ചത്? എവിടെയാണ് ദൈവ പൈതലെ നിന്റെ ആത്മീക ജീവിതത്തിൽ പരാജയം സംഭവിച്ചത്? ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയാതെ വണ്ണം, ആത്മീയമായി മുന്നേറുവാൻ കഴിയാതെ വണ്ണം, ഭൗതിക നന്മകൾ പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം എവിടെയാണ് നിന്റെ ജീവിതത്തിൽ തകർച്ചയുടെ തുടക്കം കുറിച്ചത്? അതൊന്ന് മനസ്സിലാക്കി മടങ്ങി വന്ന ആ സ്ഥലം നിന്റെ നാഥന്, നിന്റെ യജമാനനൊന്ന് കൈമാറുമെങ്കിൽ, അവനോട് വ്യക്തമായി നിന്റെ ഉള്ള അവസ്ഥ വിളിച്ചു പറയുമെങ്കിൽ, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ തൻ്റെ സ്ഥലം ചൂണ്ടിക്കാണിപ്പാനിടയായിത്തീർന്നു. കാണിച്ചു കൊടുത്ത സ്ഥലത്ത് അസാധ്യമെന്ന് തോന്നുന്നതായ ഒരു അത്ഭുത പ്രവൃത്തി അവിടെ കാണുവാനിടയായിത്തീർന്നു. ഇന്ന് നീ പലരുടെ മുൻപിൽ മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ അത്ഭുത വിഷയമാക്കി തീർക്കുമ്പോൾ അസാധാരണമെന്ന് തോന്നുന്ന പല വിഷയത്തെയും കർത്താവ് സാധ്യമാക്കി, അത്ഭുത വിഷയമാക്കി
ദേശത്ത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ജനം പറയത്തക്ക തരത്തിൽ ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ തന്നെ ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി തീർന്നു. ഇത് ദൈവത്താൽ സംഭവിച്ചത് കൊണ്ട് മനുഷ്യ ദൃഷ്ടിയിൽ തീരത്തക്ക തരത്തിൽ എല്ലാവരും വെറുക്കപ്പെട്ട, എല്ലാവരാലും തള്ളപ്പെട്ടതായ കല്ല് മൂലക്കല്ലായി തീർന്നതുപോലെ ദൈവം എല്ലാവരുടെ മുൻപിൽ നിന്നെ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ വായിക്കുന്ന കാര്യം ഇതാകുന്നു. ദൈവത്തിൻ്റെ പുരുഷനായിരുന്ന ഏലീശയോട് തൻ്റെതായ വീണ, ആ കോടാലി വീണ സ്ഥലം അവൻ ചൂണ്ടിക്കാണിപ്പാനിടയായി തീർന്നു. അദ്ദേഹം യജമാനൻ ഒരു മരത്തിൻ്റെ ചില്ല വെട്ടി ആ വീണ സ്ഥലത്ത് ഇട്ട ഒരു മര കഷ്ണം കടന്നു ചെന്ന് ഇരുവിനെ പൊക്കിക്കൊണ്ടുവരുവാൻ ഒരിക്കലും സാധ്യമല്ല. അസാധാരണമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ദൈവത്തിന് ഒന്നും തന്നെ അസാധ്യമല്ല. സകലതും എൻ്റെ കർത്താവിന് സാധ്യം. ദൈവ പൈതല് ഒരു പക്ഷേ നിന്റെ ചിന്തയ്ക്കപ്പുറമായിരിക്കാം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഇത് എങ്ങനെ സംഭവിക്കും? എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ആർ പ്രവർത്തിക്കും? ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്ത് ആര് കൊണ്ടുവരുമെന്ന് നീ ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് ദൈവമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എനിക്ക് അസാധ്യമായി യാതൊന്നുമില്ല. അവൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാണ്. അവനാൽ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ വഴി പരമേൽപ്പിക്കുന്നു എങ്കിൽ അധിക വിദൂരമല്ലാതെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണുവാൻ സാധിക്കുമെന്ന് ദൈവാത്മാവ് അരുളി ചെയ്യുന്നു. കാണിച്ചു കൊടുത്തതായ സ്ഥലത്തെ തന്നെ യജമാനൻ ഒരു ചില്ല കമ്പ് അവിടെ വെട്ടിയിട്ട അകത്ത് കിടക്കുന്നതായ ഇരുമ്പ് പൊങ്ങി വരുവാൻ കഴിയാതെ വണ്ണം ആഴമേറിയ അനുഭവങ്ങളിലേക്ക് ഒതുക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് ഈ അഭിഷക്തന്റെ വടി കടന്നു ചെന്ന് അതിനെ പൊക്കിക്കൊണ്ട് വന്നു എങ്കിൽ, എന്നെ കേൾക്കുന്ന മാന്യ ജനമേ, നിന്നോട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൊരു ദൂതുണ്ട്. ദുഷ്ടപിശാചി എത്ര കണ്ട് വെല്ലുവിളിച്ച് നിന്റെ നന്മയെ, നിന്റെ അനുഗ്രഹത്തെ, നിന്റെ ഉയർച്ചയെ ആഴമേറി അനുഭവത്തിൽ അടിത്തട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ദൈവത്തോട് യാചിക്കട്ടെ, ദൈവത്തോട് നിലവിളിക്കട്ടെ. നിന്റെ വിഷയം എത്ര കാഠിന്യമായാലും, നിന്റെ വിഷയം എത്ര ഭാരമുള്ളതായാലും, ആർക്കും പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലും, ദൈവജനമേ, നീ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോട് യാചിക്കുക. ദൈവം നിനക്ക് മറുപടി തന്നു മാനിപ്പാൻ അവൻ ശക്തൻ. ദൈവവചനത്തിൽ ദാവീദ് പറയുന്നത് പോലെ, എൻ്റെ നീതിയായ ദൈവമേ, എൻ്റെ നിലവിളി കേട്ട് എനിക്ക് ഞെരുക്കത്തിൽ നിന്ന് വിശാലത വരുത്തണമേ എന്ന് പറഞ്ഞതുപോലെ, നീതിയായ ദൈവത്തോട് നീ നിലവിളിച്ച ആ ദൈവത്തോട് യാചിക്കുമെങ്കിൽ കർത്താവ് നിന്റെ ഞെരുക്കം മാറ്റി നിന്റെ നിലവിളി കേട്ട മറുപടി തന്ന ദേശത്ത് മാനിപ്പാൻ കഴിവുള്ള ദൈവമാകിയാൽ ആ കർത്താവിൻ്റെ കരതലങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. സകലത്തെയും ഒറ്റ വാക്കിൽ ഉളവാക്കിയ ദൈവം മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരതലങ്ങളിലേക്ക് നിന്റെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അവൻ ശക്തൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല കർത്താവെ, ദിവസത്തിനായി സ്തോത്രം. കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ജനത്തെ കർത്താവെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നു. ഞെരുക്കം മാറ്റുന്ന കർത്താവാകിയാൽ അങ്ങേ സ്തുതിക്കുന്നു. ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിൽ ഇതാ എൻ്റെ കർത്താവെ, വേദനയോടുകൂടി ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇടുങ്ങിയും ഞെരിഞ്ഞും ജനത്തിൻ്റെ മധ്യത്തിലും ചാർച്ചക്കാരുടെ മധ്യത്തിലും ബന്ധുമിത്രാദികളുടെ മധ്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഈ ജനത്തെ ഇവരുടെ ഞെരുക്കം മാറ്റി വിശാലത വരുത്തി അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കരം പിടിച്ച് നടത്തണമേ എന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കർത്താവേ, നിങ്ങളുടെ പ്രാർത്ഥന എടുത്തനായ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി
നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഫോൺ നമ്പർ 9744190408. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.